ഹേ ഗൈസ്, ലോങ് ടൈം നോ സീ. പുതിയ വാക്കല്ലേ? ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ടു ബി ടി. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് പറയാമെന്ന് വെച്ചാൽ നമ്മുടെ സിറ്റി നടന്ന ഇലക്ഷനെ പറ്റിയാണ്. 3 പാർട്ടി ഉണ്ടായിരുന്നു: LJP, DYLP, UDP. 3 പാർട്ടിയിൽ 2 പാർട്ടി ഉള്ളായിരുന്നു ആക്റ്റീവായിട്ട്, LJPയും DYLPയും. LJPയുടെ പ്രസിഡന്റാണ് സ്പൈഡി, DYLPയുടെ പ്രസിഡന്റ് ബാറ്റാണ്. LJPയിലെ സ്ഥാനാർത്ഥിയായിട്ട് ഇരിക്കുന്ന നമ്മുടെ രാമനുണ്ണി, അതായത് വാളയാർ പരമശിവ. പിന്നെ DYLPയുടെ സ്ഥാനാർത്ഥിയാണ് ഞാൻ, അതായത് ചെന്നായ വാസു. ഞങ്ങൾ 2 പാർട്ടിക്കാരും ഞങ്ങൾ പണ്ട് തൊട്ടുള്ള സുഹൃത്തുക്കളാണ്. പിന്നെ നല്ല ഫണ്ണ്, സന്തോഷം, ഹാപ്പിനെസ്, കോമഡി ആയിട്ടൊക്കെ നടന്ന സമയമായിരുന്നു. പിന്നെ അങ്ങോട്ട് കോമഡി മാറി. ഇലക്ഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി, നാട്ടിലിറങ്ങി സംസാരിക്കാൻ തുടങ്ങി. എതിർ പാർട്ടീനെ തോൽപ്പിച്ചാലേ മേയറാവാൻ പറ്റുമെന്നത് മനസ്സിലായി. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. പറ്റുന്നത്രയും വോട്ടുകൾ ഒപ്പിച്ച് സിറ്റിയിൽ നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവരാമെന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ ചെയ്തു കൊടുക്കുമെന്ന് വാക്കും കൊടുത്തു. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് മുണ്ടും മടക്കി സ്റ്റേജിൽ നിന്ന് ഞാൻ ഇറങ്ങി. അന്ന് നാട്ടുകാർക്കെല്ലാം മനസ്സിലായി ചെന്നായ വാസു ആരാന്ന്. വിശ്വാസമില്ലാത്തവരോട് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടിയുടെ പേര് ഡെമോക്രാറ്റിക് യൂത്ത് പാർട്ടി എന്ന. അതിൻ്റെ ഒരു ഇത് ഞങ്ങൾ കാണിക്കും. അവസാനം എല്ലാവരും കാത്തിരുന്ന ഇലക്ഷൻ്റെ ദിവസമായി. അന്നേ എല്ലാവരും ഉറപ്പിച്ചു വിജയം DYLPക്ക് എന്ന്. പക്ഷേ അത് തെറ്റായിരുന്നു. ഞങ്ങൾ 4 ആൾക്കാർ കാണെ വെളിച്ചത്ത് നിന്ന് പണിയെടുക്കുമ്പോൾ അവർ ഇരുട്ടിൽ മറഞ്ഞു നിന്നായിരുന്നു കരുക്കൾ നീക്കിക്കൊണ്ടിരുന്നത്. 10 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ ഞങ്ങൾ തോറ്റു. 10 വോട്ട്. അവർക്ക് 10 വോട്ട് അധികം എങ്ങനെ ഒപ്പിച്ചു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ 10 വോട്ടിന് ഞങ്ങൾ തോറ്റു. 10 വോട്ടല്ലേ അടുത്ത ഇലക്ഷന് പിടിക്കാമെന്ന് വിചാരിച്ച് നാട്ടിലിറങ്ങി നടക്കുമ്പോൾ നാട്ടുകാരും കളിയാക്കാൻ തുടങ്ങിയാൽ എടാ DYLP കുട്ടിയിലടാ നാണോ മാനോ ഇല്ലാണ്ട് ഒന്നുമില്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പാർട്ടി അല്ലേ വാണക്കുട്ടികള് മാനോ ഇല്ലാണ്ട് പൊട്ടി ഒന്ന് നിർത്തി ഇറങ്ങി പോയിക്കൂടെ കേക്ക് നല്ല കൂലിപ്പണിക്കും പോയിക്കോളെ. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. What do you mean? പേജ് 128. കഷ്ടപ്പെട്ട് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. എടാ നമ്മള് അടുത്ത ലക്ഷ്യം ജയിക്കും. ഇത് ഞാനാണ്. സോ ഗൈസ്, നമ്മുടെ എന്ത് എടുത്തിട്ടുള്ള നമുക്ക് അടുത്തിടെ കാണാം. പിന്നെ സബ് ചെയ്യുക ഗൈസ്. റോഡ് ടു 500 സബ്ബാണ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്തിടെ കാണാം. ബൈ.